ഹലോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു എ മാരേജ്. എൻ്റെ ഈ സാറിൻ്റെ മാരേജാണ്. അതായത് നമ്മളുടെ രണ്ടുപേരുടെയും സാറിൻ്റെ മാരേജ്. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലെ മാത്സ് പഠിപ്പിച്ച, നമ്മളെ വിറപ്പിച്ച സാറിൻ്റെ കല്യാണമാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സാറൊക്കെ ഇപ്പോൾ കല്യാണം കഴിക്കുന്നേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ടൈമായിട്ടില്ല. സോ ദിസ് ഈസ് ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം. അപ്പോൾ ഇവരുടെ കല്യാണം താലി കെട്ടുന്ന സമയം എല്ലാം ഷടപടേ എന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഐ ഫോർഗോട്ട് ടു ടേക്ക് എനി അതർ ക്ലിപ്സ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കഴിക്കാനൊക്കെ അവിടെ പോയിരുന്നത് എനിക്ക് ഓർമ്മ പോലുമില്ല. കാരണം എൻ്റെ കുറിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഫ്രണ്ട്സിനെ കണ്ടു. അപ്പോൾ ഞാൻ ആ ടൈമിൽ എൻ്റെ ഫോണിൻ്റെ കാര്യമൊക്കെ മറന്നു, ഇങ്ങനൊരു സംഭവം എടുത്തുകൊണ്ടിരിക്കണമെന്ന് വരെ മറന്നു. അപ്പോൾ എനിവേ താലി കെട്ടിക്കഴിഞ്ഞു. സോ കൺഗ്രാറ്റുലേഷൻസ്. വളരെ നല്ല തിരക്കായതുകൊണ്ട് നമുക്കിരിക്കാൻ സീറ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ ആൾക്കാർ താലികെട്ട് കഴിഞ്ഞ് കഴിക്കാൻ പോയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മളത് മുതലെടുത്തു. പിന്നെ ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഹിയർ കംസ് മൈ ഫുൾ ഔട്ട്ഫിറ്റ് വീഡിയോ. ഈ ഒരു അനാർക്കലി സ്യൂട്ടാണ് ഞാൻ ഇട്ടത്. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ടൈപ്പ് തോന്നും, പക്ഷേ ഇതൊരു മൾട്ടി കളറാണ് വിത്ത് ഒരു റെഡും തോന്നുന്നുണ്ട്. റെഡ് ആൻഡ് യെല്ലോ മിക്സ് ആണ്. നമ്മളെ സാറിൻ്റെ കല്യാണം ഇന്നും കൂടി ഉണ്ട് ബാക്കി. റിസപ്ഷൻ ഇന്നാണ്. സോ വി ആർ ഗോയിങ് ടു ബൈ ഗിഫ്റ്റ്. ഗൈസ്, ഇന്നലെ കല്യാണത്തിന് പോകാനായിട്ട് തുടങ്ങിയൊരു ഷോർട്സ് ആണിത്. ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ബാക്കിയൊന്നും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ സാറ്റർഡേ ആയിരുന്നു കല്യാണം, ഇന്ന് സൺഡേ ആണ് റിസപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ റിസപ്ഷന് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗിഫ്റ്റ് വാങ്ങാനായിട്ടൊന്ന് കഴക്കൂട്ടം വരെ പോയി. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ്. ഇതൊരു പെർഫ്യൂമാണ്. ഇത് ബ്ലൂ G7 അങ്ങനെ എന്തോ ടൈപ്പ് പെർഫ്യൂമാണ്. ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ടൊരു സംഭവം എഴുതിയിട്ടുണ്ട്. എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ സാറിൻ്റെ മാരേജ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ടു ഗോ ടു ദ റിസപ്ഷൻ. അപ്പം മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ചേഞ്ച് ചെയ്യാം. ടഡാ, ലുക്ക് അറ്റ് വാട്ട് എ പ്രിറ്റി ഔട്ട്ഫിറ്റ്. പക്ഷേ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കല്യാണത്തിൻ്റെ അത്ര റഷ് ഇല്ലായിരുന്നു, കുറച്ച് നേരമേ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.